അതിനിടയിൽ കോടിയേരി സഖാവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി വന്നിട്ടുണ്ട്. ചോദ്യം ഓർക്കുന്നില്ലേ? കോൺഗ്രസ്സുകാരോടുള്ള ആ ചോദ്യം. കോൺഗ്രസ് പാർട്ടി 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിന് കോടിക്കണക്കിന് രൂപ കോൺഗ്രസ് പിരിച്ചെടുത്തു. 1500ഓളം കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് ഫണ്ട് പിരിച്ചതായിട്ട് അന്നത്തെ KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 50 വീട് പോലും നിർമ്മിച്ചു കൊടുത്തിട്ടില്ല. ഈ തുക എന്തു ചെയ്തു? ഈ പ്രളയത്തിന് വേണ്ടി പിരിച്ചെടുത്ത തുക എങ്ങനെ ചെലവഴിച്ചു, എന്തിനു വേണ്ടി കൊടുത്തു എന്ന് വ്യക്തമാക്കാൻ KPCC തയ്യാറാവണം. കുറച്ച് ദിവസമായിട്ട് സഖാവ് ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ കുറേ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കി വീടുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ 50 വീടുകൾ പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ഈ 50 വീടുകളാണെങ്കിൽ ചില MLA-മാർ പ്രാദേശികമായി മുൻകൈയെടുത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടുകൾ കൂടി ചേർത്തിട്ടാണ് ഈ 50 വീടുകളുടെ കണക്കുള്ളത്. ബാക്കി 1000 വീടിൽ മറ്റ് വീടുകൾ എവിടെ നിർമ്മിച്ചു കൊടുക്കും? ഈ കാര്യം KPCC വ്യക്തമാക്കും. KPCCക്ക് വേണ്ടി അതിൻ്റെ കണക്കും കാര്യവുമായി വന്നിട്ടുള്ളത് തിരുവഞ്ചൂരാണ്. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആരും ഒരു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 5 നയ പൈസ പോലും മേടിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങൾക്കൊട്ട് ലിസ്റ്റ് തന്നിട്ടില്ല. അപ്പം ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ചിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞവർ കൊടുക്കാതിരുന്നതാണ്. അത് ശരി. പക്ഷേ KPCC കൊടുക്കുമെന്ന് പറഞ്ഞ 1000 വീടുകളിൽ എത്ര എണ്ണം കൊടുത്തു എന്നാണ് കോടിയേരി സഖാവിൻ്റെ ചോദ്യം. KPCC കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള 1000 വീടുകൾ, ആ 1000 വീടുകൾക്കുള്ള ലിസ്റ്റ് സംസ്ഥാന സർക്കാർ തരും. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റിനകത്തുനിന്ന് തരുമെന്ന് പറഞ്ഞു. അവർ തന്നില്ല. തരാതിരുന്നപ്പോൾ എന്തായി? ഞങ്ങളുടെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഞങ്ങൾ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം ഘട്ടം പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങൾ താക്കോൽ കൊടുക്കും. അതാണ് സഖാവെ കോൺഗ്രസ്സുകാരുടെ മറുപടി. നിങ്ങളുടെ ഒത്താശ കൊണ്ടൊന്നുമല്ല, അവർ സ്വന്തം നിലക്ക് പണിയുകയാണ്, പണി തീരുമ്പോൾ കൊടുക്കും എന്ന്. ആ ഘട്ടത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന യോഗത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പിരിക്കുന്ന ഫണ്ട് പ്രളയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഫണ്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ BJPയും കോൺഗ്രസും അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത്. അല്ലല്ല, ഗവൺമെൻറ് യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ഗവൺമെൻറ് റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ സാധാരണഗതിയിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിരുന്ന ഒരു കാലത്ത് അവരത് ചെയ്തിട്ടുമില്ല. എന്നാൽ CPIM പിരിച്ചെടുത്ത ഫണ്ട് 31 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകി. CPI പിരിച്ചെടുത്ത തുകയും 2 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. നാട്ടിൽ നടത്തിയ പിരിവിൻ്റെ തുകയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കയ്യിലിരിക്കുക. എത്രയാണ്? 5126 കോടി രൂപ. ഇതിന് കൊടുക്കും എന്ന് പറഞ്ഞ് പ്രത്യേകമായി വകവരുത്തിയതിൽ നിന്ന് 10 നയ പൈസ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചാൽ അവർ കൊടുത്തിട്ടില്ല എന്നാണോ ഉത്തരം? ഞങ്ങൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആരുടെയും സാമ്പത്തിക സഹായം തേടിയിട്ടില്ലല്ലോ. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ KPCC സ്വയം തീരുമാനിച്ചു. അതിനാൽ അതിൻ്റെ കണക്കും കാര്യവും ആരും ചോദിക്കരുത് എന്നാണോ? എന്നല്ലല്ലോ. അതിപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ ഉത്തരം വേറെയാണ്. എൻ്റെ ഉത്തരം KPCC കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ച് കുറേ വീടുകൾ നമ്മൾ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള സന്മനസ്സുള്ള കുറേ ആളുകൾ ഞങ്ങളെ സഹായിച്ചു. ആ സഹായം അനുസരിച്ച് ഞങ്ങൾ വീട് വെക്കുകയാണ്. വീട് വെക്കുന്നതിനുള്ള ലിസ്റ്റ് സർക്കാർ തന്നിട്ടില്ല. തരാത്തിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്തു? കുറേ കാത്തിട്ടും കിട്ടാതിരുന്നപ്പോൾ ഞങ്ങൾ വീട് വെക്കാൻ വേറെ നടപടികളെടുത്ത് ആ വീടിൻ്റെ പണിയായിട്ട് പോവുകയാണ്. കേട്ടിടത്തോളം വെച്ച് നോക്കുമ്പോൾ ഇത് വിശ്വസിക്കാമെന്നാണ് പൊളിമിക്സിന് തോന്നുന്നത്. അതിന് വേറെയും ഒരു കാരണമുണ്ട്. ഈ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ പാലുകാച്ചലും കഴിഞ്ഞു.
കൃപേഷിൻ്റെ കുടുംബത്തിന് ഹൈബി ഈഡൻ വാഗ്ദാനം ചെയ്ത വീടാണ് 60 ദിവസം തികയും മുമ്പേ ഉണ്ടാക്കി കൊടുത്തത്. അതിനാൽ അതു കണ്ടതിനാൽ പ്രളയക്കേസിൽ വിശ്വാസത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ കോൺഗ്രസിന് നൽകുകയാണ്.